Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മളിന്നിവിടെ എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ FIUGP 5th സെമസ്റ്റർ BCom ഇൻകം ടാക്സ് എന്ന് പറയുന്ന പേപ്പറാണ്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇവിടെ 10ഓളം ഭാഗങ്ങളായിട്ട് ഈ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞതാണ്. വലിയ ചാപ്റ്റർ തന്നെയാണ്, അതുകൊണ്ടാണ് ടൈം എടുത്ത് തന്നെ ചെയ്യുന്നത്. നിങ്ങൾ എടുത്ത പോർഷൻസ് എത്രയും പെട്ടെന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എക്സാമിന് ഒരുപാട് സമയം ഇനിയും ബാക്കിയുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ്, 7-ാം തീയതിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ എടുത്ത പോർഷൻസ് വേഗം എടുക്കുക. നമുക്ക് അടുത്ത ചാപ്റ്റർ കുറച്ച് ചെറുതാണ്, ഇത്രയും വലുപ്പം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രോബ്ലം സൈഡ് ആവട്ടെ, അതുകൂടാതെ തന്നെ തിയറി ആവട്ടെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി എന്താണ് ഇതിന് മുന്നത്തെ 2 ക്ലാസ്സുകളിലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു വരികയാണ്. ഇതിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അവസാനിപ്പിക്കാം. ഏകദേശം നമുക്ക് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അത് കൂടാതെ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാനിതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെറിയൊരു ഫീസ്, വളരെ ചെറിയൊരു ഫീസ് നോട്ടിന് നമ്മൾ ഈടാക്കാറുണ്ട്. കാര്യം നമുക്കൊരു ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നോട്ട് പൈസ അല്ലെങ്കിൽ ആ ബാച്ചിൽ നമ്മളൊരു ഫീസ് വാങ്ങിയിട്ടാണ് നോട്ടും ഈ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് എൻ്റയർ നോട്ട് തരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെ അത്ര ഷോർട്ട് നോട്ട്സൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ പോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. പക്ഷേ ഒരു എൻ്റയർ നോട്ട് എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾ ചെറിയൊരു വളരെ മൈനർ ഫീ ആണ്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്നതായിരിക്കും അഭികാമ്യം എന്ന് ഞാൻ പറയും. വളരെ റയറായിട്ട് ആൾക്കാർ, അതായത് ഇപ്പോൾ നോട്ട് നമ്മൾ തിയറി വൈസ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാര്യം നമ്മൾ വളരെ ബ്രീഫായിട്ടാണ് തരുന്നത്. അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിനി ഇല്ലസ്ട്രേഷൻ 17 നോക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 16 ഇല്ലസ്ട്രേഷൻ 16 നോക്കിയത്. അതിൻ്റെ അതേപോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ്. അപ്പോൾ ഇവിടെ ഫ്രാങ്ക് ആസ് ഫോളോയിങ് ഇൻകം ഡ്യൂറിങ് ദ ഇയർ 2025-26, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ വന്ന ഇദ്ദേഹത്തിൻ്റെ വരുമാനങ്ങളാണ് ഫ്രാങ്കിൻ്റെ. അപ്പോൾ അതിൽ ഇൻകം ഫ്രം സാലറി ഇൻ ഇന്ത്യ കമ്പ്യൂട്ടഡ് ഫ്രം എ കമ്പനി ഇൻ USA. പക്ഷെ അതിപ്പോൾ ഇയാൾ റെസിഡൻ്റ് ആണെങ്കിലും, അതായത് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും, നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ തന്നെ. ഡിവിഡൻഡ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ റിസീവ്ഡ് ഇൻ പാകിസ്ഥാൻ ടാക്സബിൾ ആണ്. ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി റിസീവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആണ്. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരും. ഇൻകം ഫ്രം ബിസിനസ് ഇൻ കൊൽക്കത്ത മാനേജ് ഫ്രം USA. ഇൻകം ഫ്രം ബിസിനസ് ഇൻ USA കൺട്രോൾ ഫ്രം കാൺപൂർ ഹെഡ് ഓഫീസ്. പിന്നീട് ഇൻകം ഏൺഡ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് റിസീവ്ഡ് ദെയർ ബട്ട് ബ്രോട്ട് ഇൻ ടു ഇന്ത്യ. പിന്നെ ഹിസ് അങ്കിൾ സെൻഡ് എ ബാങ്ക് ഡ്രാഫ്റ്റ് ഫ്രം ലണ്ടൻ ആസ് എ ഗിഫ്റ്റ് ഓഫ് ഹിസ് മാരേജ്. അപ്പോൾ അങ്കിൾ റിലേറ്റീവ് ആണ്, അതുകൊണ്ട് ഒരു കണ്ടീഷനിലും ടാക്സബിൾ ആവില്ല. അപ്പോൾ അതിൽ അങ്കിളുടെ ഗിഫ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ടാക്സബിൾ ആവില്ല. സാലറി ഇൻ ഇന്ത്യ 3 പേർക്കും ടാക്സബിൾ ആണ്. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി 3 പേർക്കും ടാക്സബിൾ ആണ്. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, അത് പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയാലും കുഴപ്പമില്ല, 3 പേർക്കും ടാക്സബിൾ ആണ്. ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ്, അത് ഇയാൾക്ക് മാത്രം ടാക്സബിൾ ആണ്. ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും ടാക്സബിൾ അല്ല. പിന്നീട് ഇൻകം ഫ്രം എനി ബിസിനസ് ഇൻ ഇന്ത്യ 3 പേർക്കും ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം ബിസിനസ് ഇൻ USA ഓർഡിനറി ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റിന് ടാക്സബിൾ ആണ്. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ അല്ല. ഇൻകം ഏൺഡ് ഇൻ ഓസ്ട്രേലിയ, അവർക്ക് 2 പേർക്കും ടാക്സബിൾ അല്ല, ഇയാൾക്ക് ടാക്സബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അതിൽ പോയിന്റ്സ് ടു റിമെമ്പർ ഫോറിൻ ഇൻകം ഈസ് ഓൾവേസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓർഡിനറി റെസിഡൻറ്റ് SSC. ഫോറിൻ ഇൻകം ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഡിവിഡൻഡ് ഈസ് ടാക്സബിൾ ഇൻ ഫുൾ ആണ്. ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്സ് നോട്ട് ടാക്സബിൾ. അങ്കിൾ ഇസ് റിലേറ്റീവ്. ഫർദർ എനി ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ദി ഒക്കേഷൻ ഓഫ് മാരേജ് ഇസ് നോട്ട് ടാക്സബിൾ. പിന്നീട് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Mr. Jack is a citizen of India. He went to Canada on 1st December 2019
ഫോർ 4 months സ്റ്റഡി ടൂർ. 4 മാസത്തെ സ്റ്റഡി ടൂറിന് ഇദ്ദേഹം കാനഡയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഹി വാസ് നെവർ ഔട്ട് ഓഫ് ഇന്ത്യ ഏർലിയർ. ഇതിനു മുൻപ് ഇദ്ദേഹം പോയിട്ടില്ല. അപ്പോൾ 2019 4 മാസത്തേക്ക് പോയി, അതിന് മുന്നേ പോയിട്ടില്ല. ഹി റിട്ടേൺ ടു ഇന്ത്യ ആഫ്റ്റർ സ്റ്റഡീസ് ആൻഡ് അഗെയിൻ ഓൺ 2020 June 1st ഹി വെൻറ്റ് ഫോർ USA. ഇദ്ദേഹം തിരിച്ചു വന്നു. പിന്നെന്താണ്, ജൂൺ 1-നാണ് മടങ്ങിപ്പോകുന്നത്. ഹി റിട്ടേൺ ടു ഇന്ത്യ ഓൺ 1st December 2021 ആൻഡ് സെറ്റപ്പ് എ ന്യൂ ബിസിനസ്. 21 തിരിച്ചു വന്നിട്ട്. ഹൗവർ ഡ്യൂറിങ് ദ ഇയർ 2021-22, 22-23 ആൻഡ് 23-24, then 24-25 ഹി വാസ് ഇൻ ഇന്ത്യ ഫോർ 50 days ഈച്ച്. അപ്പോൾ ഓരോ വർഷങ്ങൾ 50 ദിവസം വെച്ച് 21-22, 22-23, 23-24, 24-25 ഇദ്ദേഹം 50 ദിവസം വെച്ചിട്ട് ഇന്ത്യയിലുണ്ടായിരുന്നു. ഓൺ April 2nd, 2025 he went to Europe for business tour and came back to India on October 3rd, 2025, determine his residential status for the previous year 2025-26. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, മിസ്റ്റർ ജാക്ക് വാസ് ഇൻ ഇന്ത്യ ഫോർ 182 days ഇൻക്ലൂഡിങ് 2 days ഇൻ April 2025. 2025 എന്നാണ് ഇദ്ദേഹം ഒക്ടോബറിലാണ് വരുന്നത്. October 3 എന്ന് പറയുമ്പോൾ 28 ദിവസം ഒക്ടോബറിലുണ്ട്. പിന്നീട് എന്താണ് 30 ദിവസം നമ്മളിവിടെ നിങ്ങളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഒക്ടോബർ 31 ദിവസങ്ങളല്ല. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ 3 കൂടി കൂട്ടാം നമുക്ക്. 1, 2 പോക്കാം. അപ്പോൾ നമുക്ക് 29 ദിവസം. 30 ദിവസം നവംബറിൽ, 31 എന്താണ് ഡിസംബറിലുണ്ട്, 30 ദിവസം ജാനുവരി, 26 എന്ന് പറയുമ്പോൾ അത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ 29 ദിവസം. യെസ്, അത് ലീപ്പ് ഇയർ ആണ്. സോറി, ലീപ്പ് ഇയർ അല്ല, 2024 ലാസ്റ്റ് ലീപ്പ് ഇയർ. അപ്പോൾ അത് 28 ദിവസം. പിന്നീട് 31 ദിവസം. അപ്പോൾ നിങ്ങളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, 182 ദിവസം. 30, 61, 91, 28, 7, 117, 31, 8, 4, 1, 29, 7, 177 ദിവസമാണ്. നമ്മൾ പറയാൻ അത് ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇദ്ദേഹം 2-ാം തീയതിയാണ് പോകുന്നത്. അതായത് 2025-26 സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ 26 മാർച്ച് 31 വരെ അല്ലേ. അപ്പോൾ ആ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം 2-ാം തീയതി. അപ്പോൾ പോകുന്ന ദിവസം കൂടി നമ്മൾ കൂട്ടും. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ 2 ദിവസം വരുന്നുണ്ട്. പിന്നീട് ഏപ്രിൽ കഴിഞ്ഞ് ഇദ്ദേഹം വരുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 3-ആണ്. ഒക്ടോബർ 3 അടക്കം വന്ന ദിവസം അറൈവിംഗ് ഡേറ്റ് ആൻഡ് ഇവിടെ പറയുന്നുണ്ടല്ലോ എൻട്രി ആൻഡ് എക്സിറ്റ് ഡേറ്റ് കൂട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 29 ദിവസം ഒക്ടോബറിൽ വന്നു. പിന്നീട് 30 ദിവസം നവംബറിൽ വന്നു. 31 ദിവസം ഡിസംബറിൽ, 31 ദിവസം ജാനുവരി ഉണ്ട്. 30 അല്ല, നമ്മൾ നേരത്തെ അത് കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റിപ്പോയതാണ്. 28 ദിവസം നമ്മുടെ ഫെബ്രുവരി വരുന്നുണ്ട്. 31 ദിവസം ഇവിടെ മാർച്ചിൽ വരുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 93, 30 വരികയാണെങ്കിൽ 3, 123 അല്ലേ. പിന്നീട് 29-ഉം 2-ഉം കൂടി കൂട്ടിയാൽ 31 അല്ലേ. അപ്പോൾ ഇവിടെ 31 നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക നിങ്ങൾ, 31 കൂട്ടിക്കഴിഞ്ഞാൽ 4, 5 അല്ലേ, 154. പിന്നീട് ഈ 28 ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ 2, 182 ദിവസം വരുന്നുണ്ട്. സോ മിസ്റ്റർ ജാക്ക് വാസ് ഇൻ ഇന്ത്യ ഫോർ 182 days. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ എന്താണ്, നമ്മളൊരു തരത്തിലും മൈൻഡ് ഔട്ടായിട്ട് ദിവസങ്ങൾ അപ്പോൾ നമ്മളെ ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് വർഷം നോക്കി വെച്ച് DPR ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയണം. അത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ മാസങ്ങളിലും ദിവസങ്ങൾ ചിലപ്പോൾ നമുക്കത് മാറിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അത് നോക്കിയാൽ വരുന്നുണ്ട് ഈ 182 ദിവസം ഒരു ബേസിക് കണ്ടീഷനായി. ഈ വാസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ
for basic condition, and in 10 years, out of 10 years, in 2 years he was resident and was in India for more than 709 days during the preceding 7 years. അതായത് 2019 പോകുന്നത്. അപ്പം എന്തായാലും 2 വർഷം 10 വർഷങ്ങൾ ബാക്ക് പുറകോട്ട് എടുക്കുമ്പോൾ 2 വർഷം എന്തായാലും ഉണ്ടാവും. 729 ദിവസം ഈസി ആയിട്ട് കവറേജ് ചെയ്യും 7 വർഷങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് ഈസ് എ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രീവിയസ് ഇയർ 2025 ആൻഡ് 26. ഓക്കെ, ഇനി നമ്മുടെ മുൻപിലുള്ളത് ഇല്ലസ്ട്രേഷൻ 20 ആണ്. മിസ്റ്റർ തോംസൺ, എ ഫോറിൻ സിറ്റിസൺ, കെയിം ടു ഇന്ത്യ for the first time on 15th March 2020 and stayed here up to 31st March 2020. ഇദ്ദേഹം ഒരു ഫോറിൻ സിറ്റിസൺ ആണ്. ഇദ്ദേഹം ഇന്ത്യയിൽ വന്നിരിക്കുന്നത് മാർച്ച് 3, 2020 ആൻഡ് സ്റ്റേഡ് അപ് ടു 31st March. ഒരു 17 ദിവസം ഇന്ത്യയിൽ ആ ഒരു വർഷം 19-20 നിന്നുണ്ട്. ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 2021 then 25-26 up to 25-26 he was in India for 185. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2019-20 ഇവിടെ ഏപ്രിൽ മുതൽ മാർച്ച് വരെ അല്ല, അപ്പോൾ ഇത് 19-20 സാമ്പത്തിക വർഷത്തിലാണ് ഈ ദിവസങ്ങൾ അല്ല ഇദ്ദേഹം. ഇപ്പോൾ ഇത് മുതൽ ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 15 മുതൽ 31 വരെ. അപ്പോൾ 15 അടക്കം 15 ശേഷം 16 ദിവസം വരുന്നുണ്ട്. 15 അടക്കം 17 ദിവസങ്ങൾ ഇദ്ദേഹം ഇവിടെ നിന്നു. പിന്നെ 20-21 185 ദിവസം. പിന്നെ 21-22 70 ദിവസം. 22-23 190 ഡേയ്സ്. പിന്നീട് 23-24 130 ഡേയ്സ്. 24-25 60 ഡേയ്സ്. 25-26 90 ഡേയ്സ്. അങ്ങനെ 742 ദിവസം. അപ്പോൾ 1 2 3 4 5 6 7. സോ ഇവിടെ നോക്കിയാൽ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ബേസിക് കണ്ടീഷൻ ഇത് കഴിഞ്ഞ 4 വർഷങ്ങൾ നോക്കുമ്പോൾ എന്താണ് ഈ പറയുന്ന 365 വരുന്നില്ല. സെക്കൻഡ് ബേസിക് 4 വർഷം വരുന്നുണ്ട്. 4 വർഷം. അപ്പോൾ വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്, സെക്കൻഡ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ് ആൻഡ് 60 ഡേയ്സും കവർ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും റെസിഡൻ്റ് ആണ്. ഇനി അഡീഷണൽ കണ്ടീഷൻ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അഡീഷണൽ കണ്ടീഷൻ്റെ കേസ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഔട്ട് ഓഫ് ദ 2 ഇവിടെയും നമ്മൾ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ റെസിഡൻ്റ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് 2 വർഷം റെസിഡൻ്റ് ആവുന്നുണ്ട്. പിന്നെ 7 പ്രൊസീഡിങ് ഇയേഴ്സ് ഈ സാറ്റിസ്ഫൈ 1 ബേസിക് കണ്ടീഷൻ. ഹെൻസ് എന്താണ് ഇദ്ദേഹം കഴിഞ്ഞ 7 വർഷങ്ങളിലായിട്ട് നമ്മളിവിടെ നോക്കിയാൽ 729 ദിവസം അല്ലെങ്കിൽ 730 ദിവസം 729 ആട്ടോ എൻ്റെ കണക്ക്, അതിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് എന്താണ് ഹീസ് റെസിഡൻറ്റ് ബട്ട് എന്താണ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്നുള്ളതാണ്. ഇത്തരം കണക്കുകൾ മാത്രം നോക്കിപ്പോയാൽ ഇതിനപ്പുറത്തേക്കുള്ള കണക്കുകൾ നിങ്ങളിത് ചോദിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് വലുത് ഇത്രയും ചോദിക്കില്ല നിങ്ങളുടെ അടുത്ത്. കാര്യം നമുക്ക് 6 മാർക്കിൻ്റെ ഇത്രയൊരു കണ്ടന്റ് ഉണ്ടാവില്ല. അപ്പം ഇത് എന്താണ് നന്നായിട്ട് ആ ഒരു നമ്പർ കൃത്യമായിട്ട് എത്ര ദിവസങ്ങൾ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ചിലതൊക്കെ ഈസി ആയിട്ട് തന്നെ കഴിയും, ചിലതൊക്കെ ആ ത്രഷോൾഡ് ഈസി ആയിട്ട് കഴിഞ്ഞ് പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഡൗട്ടിനെ നിങ്ങൾ എന്താണ് കമൻറ്റ് സെക്ഷനിൽ ബാക്കി ചോദിക്കാം. ഓക്കെ.